സാഹിത്യം സമൂഹത്തിന്റെ മനസാക്ഷിയാണെന്നും കാലത്തിന്റെ ചോദ്യങ്ങളോട് സംവദിക്കേണ്ടത് എഴുത്തുകാരന്റെ ഉത്തരവാദിത്തമാണെന്നും ഓർമ്മിപ്പിച്ച് ഡോംബിവലി കേരളീയ സമാജത്തിന്റെ തുഞ്ചൻ സ്മാരക സാഹിത്യോത്സവം. പ്രമുഖ സാഹിത്യകാരൻ ടി.ഡി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത സാഹിത്യോത്സവം ചർച്ചകളുടെയും ചിന്തകളുടെയും വേദിയായി. സാഹിത്യവും സമൂഹവും പുതിയ കാലത്തിന്റെ വെല്ലുവിളികളും ചർച്ച ചെയ്ത വേദിയായി മാറി ഡോംബിവലി കേരളീയ സമാജത്തിന്റെ തുഞ്ചൻ സ്മാരക സാഹിത്യോത്സവം. പ്രമുഖ സാഹിത്യകാരൻ ടി.ഡി. രാമകൃഷ്ണൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തെ വായനക്കാരുമായി സംവദിക്കുന്ന എഴുത്തുകാരനാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതെന്നും പലപ്പോഴും കാലത്തിന് മുന്നിൽ നടക്കുന്നത് എഴുത്തുകാരാണെന്നും രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ചും തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിൽ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കാൻ ഡോംബിവലി കേരളീയ സമാജം തയ്യാറായി എന്ന് തന്നെ വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛനെ അദ്ദേഹത്തിന്റെ പേരിലൊരു സാഹിത്യോത്സവം വേണമെങ്കിൽ ആദ്യമായിരിക്കുന്നത്. അതുപോലെ ഒരു വലിയ അംഗീകാരം അവാർഡ് കൊടുക്കുന്നു, അത് ഇവിടെയുള്ള എഴുത്തുകാർക്ക് തന്നെ കൊടുക്കുന്നു. ഇപ്പൊ വാസ്തവത്തിൽ മലയാള സാഹിത്യം കൂടുതൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പ്രവാസ ലോകം. മലയാള ഭാഷയിലെ നവഭാവുകത്വത്തെക്കുറിച്ച് കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ പ്രഭാഷണം നടത്തി. ഈ പരിപാടി വളരെ അർത്ഥപൂർണമായിട്ട് എനിക്ക് തോന്നി. കാരണം ബോംബെയിലെ മലയാളികള് എഴുത്തച്ഛന്റെ പേരിൽ ഒരു പുരസ്കാരം, അപ്പൊ അത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള വലിയ സന്തോഷം. പിന്നെ ടി.ഡി. രാമകൃഷ്ണൻ പോലുള്ളൊരു ജൂറി ചെയർമാൻ തീരുമാനിച്ചതാണ് പുസ്തകം. ആ പുസ്തകത്തെ പറ്റിയാണെങ്കിൽ ഞാൻ വായിച്ചില്ല, പക്ഷെ നല്ല അഭിപ്രായം കേട്ടു. എഴുത്തച്ഛനെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. അത് കാലഘട്ടവുമായിട്ടുള്ള ഒരു എഴുത്തുകാരന്റെ ബന്ധത്തിന്റെ പുനർനിർവചനത്തില് എഴുത്തച്ഛന്റെ സ്മൃതി നമുക്ക് പ്രചോദനം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു. കേരളീയ സമാജം പ്രസിഡന്റ് ഇ.പി. വാസു, ചെയർമാൻ വർഗീസ് ഡാനിയൽ, ജനറൽ സെക്രട്ടറി രാജശേഖരൻ നായർ എന്നിവർ സംസാരിച്ചു. മഹാരാഷ്ട്രയിലെ മലയാളി നോവലിസ്റ്റുകളിൽ നിന്നും പ്രഗത്ഭരായ ജൂറിയുടെ വിധി നിർണയത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച കൃതിക്ക് ആദ്യമായി തുഞ്ചൻ സ്മാരക പുരസ്കാരം സമർപ്പിക്കുകയാണ് കേരളീയ സമാജം ഡോംബിവലി. ഉയർന്ന ചിന്തകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നിടത്തോളം യാഥാർത്ഥ്യം സ്വാതന്ത്ര്യം. അത്തരം സ്വാതന്ത്ര്യ ചിന്തകളുടെ ഉത്സവമാകട്ടെ ഈ സാഹിത്യോത്സവം. നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം, നമുക്ക് ചിന്തിക്കാം, നമുക്ക് മലയാളത്തെ സ്നേഹിക്കാം. സമാജത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഈ തുഞ്ചൻ സാഹിത്യോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഒരു മുകുന്ദ പർവം എന്ന ഒരു പരിപാടി നടത്തി. അന്നാണ് നമ്മൾ ശ്രീ മുകുന്ദന്റെ സമഗ്രമായ സംഭാവനകൾക്കുള്ള ഒരു പ്രത്യേക ഒരു ഫലകവും അതുപോലെ 25,000 രൂപ ക്യാഷ് അവാർഡുമാണ് അന്ന് നമ്മൾ കൊടുത്തത്. അന്ന് ഞങ്ങളുടെ ഭരണസമിതിക്കിടയ്ക്ക് ഒരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഈ തുഞ്ചൻ സ്മാരക അവാർഡ്. തുഞ്ചൻ സ്മാരക അവാർഡ് എന്ന് പേര് വെക്കാനുള്ള കാരണം, ഇത് ഞങ്ങളൊരു KSD തുഞ്ചൻ സ്മാരക അവാർഡായിട്ടായിരിക്കും ഇനി അറിയപ്പെടുക. സമാജത്തിന്റെ പ്രഥമ തുഞ്ചൻ സ്മാരക പുരസ്കാരം പ്രേമനിലയത്തിന്റെ നഗരത്തിന്റെ മാനിഫെസ്റ്റോ എന്ന നോവലിനാണ് സമ്മാനിച്ചത്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സമൂഹ നിർമ്മാണത്തിൽ സാഹിത്യത്തിന്റെ പങ്കെന്ന വിഷയത്തിൽ VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. സമകാലിക സാഹിത്യത്തിന്റെ ദിശകളും നഗര സാഹിത്യത്തിന്റെ പുതിയ പ്രവണതകളും വിലയിരുത്തിയ സെമിനാറിന് മാധ്യമപ്രവർത്തകൻ MG അരുൺ നേതൃത്വം നൽകി. മുംബൈയിലെ മുതിർന്ന എഴുത്തുകാരൻ ബാലകൃഷ്ണനെയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ PA കൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritweni Hair Elixir for Women. Azure Builders, building beyond blue.